ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ 4ാം ദിവസവും അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് ഏൽക്കേണ്ടി വന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് വളരെ പ്രധാനപ്പെട്ട ടെൽ അവീവിലെ 5 പോയിന്റുകളാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിശക്തമായ മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന മിസൈൽ ആക്രമണം നടന്നിരിക്കുന്ന ഈ ഒരു സൈറ്റ് അത് മൊസാദിന്റെ പ്രധാനപ്പെട്ട അവരുടെ ഇന്റലിജൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. 8200 എന്ന നമ്പറിൽ അറിയപ്പെടുന്ന ഇസ്രായേലിലെ മൊസാദിന്റെ കേന്ദ്രത്തിലേക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അത് അടക്കമുള്ള അവരുടെ നിരീക്ഷണ സംവിധാനങ്ങൾ മാത്രമല്ല ലോകത്തൊക്കെയുള്ള മൊസാദിന്റെ ചാരന്മാരെ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിന് നേരെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ടവറിനോട് ചേർന്നിരിക്കുന്ന ഭാഗം ഇത് മൊസാദിന്റെ ഗലിലോട്ടിലുള്ള അവരുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ജനങ്ങൾ ആരും അടുക്കരുത് എന്നാണ്. അതിൽ പ്രധാനമായും ഒരുപക്ഷെ ഈ ഫയറുണ്ടായ ഭാഗത്ത് നിന്ന് എന്താണ് പുറത്തു വരുന്നത് എന്നറിയില്ല. മാത്രമല്ല രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ ഫോട്ടോകൾ ആളുകൾ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇറാന് വളരെ കൃത്യതയോടുകൂടെ വീണ്ടും ലക്ഷ്യം വെക്കാൻ ഇറാന് സാധിക്കും. അതുകൊണ്ടായിരിക്കണം ഈ ഭാഗത്തേക്ക് അടുക്കരുത് എന്നുകൂടെ പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഈ കാണുന്ന വീഡിയോയിൽ ധാരാളം ബസ്സുകളെല്ലാം നിർത്തിയിട്ട ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് മറ്റൊരു മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ 5 കേന്ദ്രങ്ങളിൽ ടെൽ അവീവിൽ മാത്രം ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഹൈഫയിലും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് ഈ 2 ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇന്റർനാഷണൽ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നത് ഈ ഇസ്രായേലിന്റെ ഹെലികോപ്റ്ററുകൾ ഡ്രോണിനെ പിന്തുടരുകയാണ്. അതായത് ഡ്രോണിനെ നിരീക്ഷിക്കാനോ തകർക്കാനോ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ സമാനമായ രീതിയിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണിനെ പിന്തുടരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഡ്രോൺ ലക്ഷ്യത്തിൽ പതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് 2 ഹെലികോപ്റ്ററുകൾ ഡ്രോണിനെ പിന്തുടരുന്നതായി കാണാൻ സാധിക്കും. ഇതിന്റെ ഇങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള കാരണം നിലവിൽ അവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ തടയാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പര്യാപ്തമല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നാണ്. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ കാഷ്വാലിറ്റി കുറെ കുറക്കാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാണുന്നത് കേവലം മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നടന്ന ഒരു ആക്രമണമാണ്. മൊസാദിന്റെ കേന്ദ്രങ്ങളിൽപ്പെട്ട ഭാഗം തന്നെയാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള ചിത്രമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോണാണ്. ഈ ഡ്രോണിനെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളാണ് തകർത്തിരിക്കുന്നത്. ഇത് ഇസ്ഫഹാൻ എന്നറിയപ്പെടുന്ന ഇറാന്റെ ഒരു മേഖലയ്ക്ക് മുകളിലായിരുന്നു ഈ ഡ്രോൺ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ തകർത്തിരിക്കുന്നത്.